പ്രശ്നോത്തര രത്നമാലികയിൽ 9ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഗഹനമായതെന്ത്? സ്ത്രീ ചരിതമാണ്. സമർത്ഥനായവനാര്? സ്ത്രീ ചരിതത്താൽ ഭേദിക്കപ്പെടാത്തവൻ, മുറിക്കപ്പെടാത്തവനാരോ അവൻ എന്ന് മറുപടി പറഞ്ഞു. തുടർന്ന് 23ാമത്തെ ചോദ്യമാണ്, കിം ദുഃഖം? എന്താണ് ദുഃഖം? ഇപ്പോൾ സാമാന്യമായിട്ട് നമ്മൾ പ്രതികൂല വേദനീയം ദുഃഖം എന്നൊക്കെ പറയാറുണ്ട്. പ്രതികൂലമായ അറിവ് ഉണ്ടാവുന്നതിന് കാരണമാകുന്നതാണ് ദുഃഖം, അല്ലെങ്കിൽ പ്രതികൂലമെന്ന അറിവിൽ നിന്നാണ് ദുഃഖം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആചാര്യൻ വേറെ തന്നെ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. ഇവിടെ പറയുന്ന മറുപടി അസന്തോഷ എന്നാണ്. സന്തോഷമില്ലായ്മയാണ് ദുഃഖം. അപ്പോൾ തിരിച്ച് ചോദിച്ചൂടെ, എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ ദുഃഖമില്ലായ്മയാണെന്ന് പറഞ്ഞൂടെ? അത് വയ്യ. കാരണം മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥമായ സ്വരൂപം ആനന്ദ സ്വരൂപമാണ്, ഒരിക്കലും ദുഃഖസ്വരൂപമല്ല, ആനന്ദ സ്വരൂപമാണ്. ആ ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിയാതെ ആവരണങ്ങളാൽ മറയ്ക്കപ്പെട്ട് നമുക്ക് തുഷ്ടി എന്നുള്ളത്, തോഷം എന്നുള്ളത് ഇല്ലാതെ പോകുന്നു. അങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട് തൻ്റെ പൂർണ്ണതാബോധം നഷ്ടപ്പെട്ടതിൻ്റെ പരിണാമമായിട്ട് സന്തോഷമെന്ന സ്വതവേയുള്ള ഭാവം നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് ദുഃഖമായി തീരുന്നത്. ഇതൊരു വിശേഷമായ വീക്ഷണകോണിലൂടെയാണ് ഈ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ എന്താണ് ദുഃഖം എന്ന് ചോദിച്ചാൽ അസന്തോഷമാണെന്ന് പറയില്ല. എന്നാൽ ഇത് വളരെ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മുടെ സ്വരൂപം ആനന്ദമാണ്, അത് മറയ്ക്കപ്പെട്ടു, തിരോഭവിക്കപ്പെട്ടു. അപ്പോഴാണ് ആ ഒരു അസന്തോഷം ദുഃഖമായി തീരുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ സ്വതവേയുള്ള രൂപം ദുഃഖരൂപമല്ല, ആനന്ദരൂപമാണ്. അത് കാരണാന്തരങ്ങളാൽ മറയ്ക്കപ്പെട്ട് അസന്തോഷം വരുമ്പോൾ അത് ദുഃഖമായി എന്നർത്ഥം. അടുത്ത ചോദ്യം, കിം ലാഘവം? ലാഘവം എന്താണ്? മറുപടി അധമതോ യാഞ്ച. അധമനിൽ നിന്ന് യാചിക്കുന്നതാണ് ലാഘവം. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ഗൗരവത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, എനിക്കത് ശരിയാക്കി തരണേ, ഇത് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൗരവം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. നമ്മൾ പലരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാറുണ്ട്. രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ, ധനികന്മാരുടെ മുമ്പിൽ, ദേവന്മാരുടെ മുമ്പിൽ, പലരുടെ മുമ്പിൽ. ആരോട് തന്നെ പ്രാർത്ഥിച്ചാലും നമ്മളുടെ ഗൗരവം നഷ്ടമായി, നമ്മൾ പിന്നെ വിധേയരാവേണ്ടി വരും. അപ്പം ഇവിടെ ഒന്നുകൂടി അതിനെ സ്പഷ്ടീകരിക്കുകയാണ് ഈ ചോദ്യോത്തരത്തിലൂടെ. കിം ലാഘവം? ലാഘവം എന്താണ്? ലാഘവം ലഘുവിൻ്റെ ഭാവം, ലഘുത എന്ന് പറയാം. ഗുരുത എന്ന് പറഞ്ഞ പോലെ ലഘുത അല്ലെങ്കിൽ ലഘുത്വം എന്നൊക്കെ പറയാം. ഒട്ടും തന്നെ ഗൗരവമില്ലാതായി പോവുക, ഒട്ടും തന്നെ ഭാരമില്ലാതായി പോവുക, ഒരു നിലപാടില്ലാതായി പോവുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്സാരനായി പോവുക. അതാണ് ഇവിടെ ലാഘവം. അപ്പോൾ എന്താണ് ലാഘവം? മറുപടി അധമതഃ യാഞ്ച. അധമനോട് യാചിക്കുന്നതാണ്. അപ്പം നേരത്തെ പ്രാർത്ഥിക്കാതിരിക്കുക, യാചിക്കാതിരിക്കുക എന്നുള്ളത് ഗൗരവത്തിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞു. അപ്പോൾ ഇവിടെ യാഞ്ച എന്ന് മാത്രം പറഞ്ഞാൽ അതുതന്നെയാകുമായിരുന്നു ഇതും, ഒരു വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഇവിടെ വിശേഷമായി പറഞ്ഞു അധമതഃ, അധമനിൽ നിന്ന് യാചിക്കുന്നത്. നമ്മൾ ശ്രേഷ്ഠന്മാരോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും നമ്മുടെ എല്ലാ കാലത്തേക്കുമുള്ള ലാഘവത്തിന് കാരണമാവില്ല. ആ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ലാഘവം വന്നേക്കാം, പക്ഷേ ശ്രേഷ്ഠന്മാരുടെ മുമ്പാകെ മറ്റൊരാൾക്ക് ലാഘവം ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രേഷ്ഠനായ ഒരു വിജ്ഞാനിയായ, ശ്രേഷ്ഠനായ, ധർമ്മിഷ്ഠനായ, എല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അയാളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ ലഘുവാവില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വയം ലഘുവായി എന്നുള്ള തോന്നലുണ്ടാവാം, പക്ഷേ അയാളുടെ മുമ്പിലാവില്ല. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ ശ്രേഷ്ഠന്മാർക്ക് കഴിയും. അതുകൊണ്ടാണ് അധമനിൽ നിന്ന് എന്ന് പറഞ്ഞത്.
എത്ര വലിയ ധനികനായിക്കൊള്ളട്ടെ, എത്ര വലിയ സമ്പന്നനായിക്കൊള്ളട്ടെ, എത്ര വലിയ നേതാവായിക്കൊള്ളട്ടെ, എത്ര വലിയ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, അയാൾ മാനസികമായി അധമനാണെങ്കിൽ അപ്രകാരമുള്ള അധമനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമ്മൾ എല്ലാ കാലത്തേക്കും ലഘുവായി പോകും. അതിൽ യാതൊരു സന്ദേഹവുമില്ല. ഒന്നുകിൽ അയാൾ നമ്മളെ കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാചിക്കുന്നവനാണ് എന്നുള്ളത് പരസ്യപ്പെടുത്തും, അല്ലെങ്കിൽ അതിനനുസരിച്ച് അയാൾ നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പെരുമാറിയെന്ന് വരും. അഥവാ അധമന്മാർ പിന്നീട് പലതരത്തിൽ നമ്മളിൽ നിന്ന് അവരെന്ത് നമുക്ക് തന്നുവോ അതിനെ മറ്റു രീതിയിൽ ഈടാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ലോക സ്വഭാവമാണ്. അതുകൊണ്ട് ലാഘവം എന്നുള്ളത് അധമന്മാരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് അതുണ്ടാവരുതേ. ഒരു കാരണവശാലും ജീവൻ പോകുന്നു എന്നുള്ള സ്ഥിതിയിൽ പോലും അധമന്മാരോടൊന്നും പ്രാർത്ഥിക്കരുതേ എന്ന് ഭാവം. കിം ജീവിതമനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ. കിം ജീവിതമനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ. കിം ജീവിതം, ജീവിതം എന്താണ്? സാമാന്യമായി ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ പ്രാണനെ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നതാണ് ജീവിതം എന്നാണ് നമ്മൾ പറയുക. ജീവത്വം പ്രാണധാരണാത് എന്നുണ്ടല്ലോ. ഇപ്പോൾ ജീവത്വം പ്രാണധാരണം കൊണ്ടാണ്, ജീവപ്രാണധാരണ എന്നാണ് ധാതു. അപ്പോൾ പ്രാണനെ ധരിക്കുക എന്നുള്ളതാണ് ജീവ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാണനെ ധരിച്ചുകൊണ്ട് വ്യവഹരിക്കുന്ന അവസ്ഥാവിശേഷത്തിനാണ് നമ്മൾ ജീവിതം എന്ന് പറയുക. പക്ഷെ ഇവിടെ ആചാര്യൻ പറയുകയാണ് അതൊന്നും ജീവിതമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അനവദ്യമാണ് ജീവിതം. അനവദ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠമായത് മാത്രമാണ് ജീവിതം. ശ്രേഷ്ഠമായ കാഴ്ചപ്പാടോടുകൂടെ, വ്യക്തമായ ജീവിത വീക്ഷണത്തോടുകൂടെ ഈ ലോകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കും മറ്റുള്ളവർക്കും ഹിതം ചെയ്തുകൊണ്ട് കഴിയുന്നതാണ് ജീവിതം. അപ്പോഴേ ജീവിതാവും. അല്ലെങ്കിൽ ഒരാൾ ജീവിക്കുന്നു എന്ന് പറയാം, പക്ഷേ അത് ശരിയായ ജീവിതമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്.